കോട്ടയം വൈക്കത്ത് മൊബൈൽ വെളിച്ചത്തിൽ ചികിത്സ നടത്തിയ സംഭവത്തിൽ ആരോഗ്യവകുപ്പ് അന്വേഷണം ആരംഭിച്ചു. ജനറേറ്റർ പ്രവർത്തിപ്പിക്കാൻ ആവശ്യമായ ഡീസൽ ഉണ്ടായിരുന്നു എന്നാണ് പ്രാഥമിക റിപ്പോർട്ട്. വെളിച്ചമില്ലാത്തതിനാൽ മുറിവ് ശരിയായ രീതിയിൽ വൃത്തിയാക്കാൻ പോലും സാധിച്ചില്ല എന്ന് 11 വയസ്സുകാരന്റെ മാതാവ് 24-നോട് പറഞ്ഞു. ഇന്നലെ വൈകുന്നേരമാണ് വൈക്കം താലൂക്ക് ആശുപത്രിയിൽ വൈദ്യുതി മുടങ്ങിയത്. തലയിലുണ്ടായ മുറിവുമായി എത്തിയ 11-കാരന് മൊബൈൽ വെളിച്ചത്തിൽ ചികിത്സ നടത്തി. ഇതിന്റെ ദൃശ്യങ്ങൾ പുറത്തുവന്നതോടെയാണ് ആരോഗ്യവകുപ്പ് അന്വേഷണം ആരംഭിച്ചത്. ജനറേറ്ററിന്റെ ചേഞ്ച് ഓവർ ബട്ടണിലുണ്ടായ തകരാറാണ് വൈദ്യുതി മുടങ്ങാൻ കാരണമെന്നാണ് RMAയുടെ പ്രാഥമിക റിപ്പോർട്ടിൽ പറയുന്നത്. പ്രശ്നം ഉടൻ പരിഹരിച്ചുവെന്ന് ആശുപത്രി വിശദീകരിക്കുന്നു. നിലവിൽ നടപടികൾ ആവശ്യമില്ലെന്നാണ് സർക്കാർ നിലപാട്. പ്രവർത്തിപ്പിക്കാറില്ല എന്ന് ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് തെറ്റാണ്. പ്രവർത്തിപ്പിക്കുന്നുണ്ടായിരുന്നു. അതേസമയത്ത് മെയിൻ്റനൻസിന് വേണ്ടി അല്പസമയം നിർത്തിവെച്ചപ്പോഴാണ് ഇത് വന്നിട്ടുള്ളത്. ഡീസൽ ഇല്ലായിരുന്നു എന്ന് പറഞ്ഞാൽ ശരിയല്ല. അവിടെ ഉണ്ടായിരുന്ന സാധ്യതകളും സാഹചര്യങ്ങളും ആ നിമിഷം വിനിയോഗിച്ചില്ല എന്നുള്ളത് മാത്രമാണ് ഒരു പ്രശ്നം. കാഷ്വാലിറ്റിയിലും ഡ്രസ്സിംഗ് റൂമിലും വൈദ്യുതി ഇല്ലാതിരുന്നത് വലിയ ബുദ്ധിമുട്ടുണ്ടാക്കിയെന്ന് 11-കാരന്റെ മാതാവ് സുരഭി. കറണ്ട് ഇല്ല മോളെ എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ചോദിച്ചെന്താ ജനറേറ്റർ ഓൺ ആക്കാത്ത, കറണ്ട് ഇല്ലെങ്കിൽ ജനറേറ്റർ വർക്ക് ചെയ്യേണ്ടതെന്ന് ചോദിച്ചു. അത് അവർക്ക് തോന്നുന്ന പോലെയാണ്. ചിലപ്പോൾ ഡീസലിൻ്റെ പ്രശ്നം കുറച്ച് നേരം ഓണാക്കും, അത് കഴിഞ്ഞിട്ട് എന്തെങ്കിലും കാര്യം പറഞ്ഞാൽ ഡീസലിൻ്റെ കാര്യം പറഞ്ഞാൽ അവർ ഓഫാക്കി വെക്കുമെന്ന്. സംഭവത്തിൽ പരാതി നൽകേണ്ടെന്നാണ് മാതാപിതാക്കളുടെ തീരുമാനം. ആവശ്യമായ ഡീസൽ ജനറേറ്റർ പ്രവർത്തിപ്പിക്കാൻ ഉണ്ടായിരുന്നുവെന്നാണ് ലോഗ് ബുക്ക് പരിശോധിച്ചപ്പോൾ മനസ്സിലായതെന്നാണ് മന്ത്രി തന്നെ പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ഡീസൽ ഇല്ല എന്ന് പറഞ്ഞത് എന്തിനെന്ന ചോദ്യമാണ് ബാക്കിയാകുന്നത്. കോട്ടയത്ത് നിന്ന് ജിത്തുവിനൊപ്പം ടോബി ജോൺസൺ, 24.